ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അലൻ സെവൻ ട്ടോ. അപ്പോൾ നമ്മളിന്ന് അടിപൊളി ചിക്കൻ 65 ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ചാനൽ 10,000 സബ്സ്ക്രൈബേഴ്സ് റീച്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു. പിന്നെ കുറേ പേര് നമ്മളെ ഫോളോ ചെയ്യുന്നില്ല, എപ്പോഴും വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെ ഈ കാണുന്ന ചിക്കൻ 65 നമുക്ക് എങ്ങനെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിവിടെ വളരെ ചെറിയ പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പൊരിക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഈ ഒരു ലെവലൊക്കെ മതി കേട്ടോ പീസ്. ആദ്യം നമുക്കിതിന് മസാല പിടിക്കാൻ വേണ്ടി 2 കോഴിമുട്ട പൊട്ടിച്ചു കൊടുക്കണം കേട്ടോ. അടുത്ത് നമുക്കിവിടെ 1 സ്പൂണ് ഇഞ്ചി ഇട്ടാ, പിന്നെ 1 സ്പൂണ് വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളകും. ഇതാണ് നമ്മൾ അടുത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. പച്ചമുളകിൻ്റെ അളവ് കൂടരുത് കേട്ടോ, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അടുത്തായിട്ടൊരു ചെറുനാരങ്ങ, അത് നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റ് ആവും. അടുത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കാം കേട്ടോ. തൈര് ഓവറാവരുത്, ഒരു 2 സ്പൂണാണ് നമ്മൾ തൈര് ഒഴിക്കുന്നുള്ളൂ കേട്ടോ. അടുത്ത കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കാം കേട്ടോ. പക്ഷേ ടൊമാറ്റോ സോസ് നമ്മൾ കുറേ അധികം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതിൽ 1 സ്പൂണാണ് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുള്ളൂ കേട്ടോ. അടുത്തേ കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതതിന് നല്ലൊരു ഫ്ലേവറൊക്കെ കൊടുക്കും. അടുത്ത് നമ്മൾക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലി ഉണ്ട് കേട്ടോ, ഇതിട്ട് കൊടുക്കാം. അതായത് ഉണക്കമുളക് പൊടിച്ച് കേട്ടോ. അത് നമുക്ക് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി കേട്ടോ, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നല്ലൊരു സ്മെല്ലൊക്കെ കൊടുക്കും. അടുത്ത് വെച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത് കുറച്ച് കുരുമുളക് ഇടാം കേട്ടോ. കുരുമുളക് ഒരു 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. അടുത്ത് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത് കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചില്ലി നിങ്ങളെ എരിവ് പോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്ത കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിപ്പൊടിയുടെ അളവ് ഒരിക്കലും കൂടരുത് കേട്ടോ, അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് പോവും. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഇതൊന്ന് പിടിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനിലൊക്കെ ആ മസാല നല്ലപോലെ ഒന്ന് പിടിക്കും. അതുകൊണ്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 1/2 മണിക്കൂർ വെച്ചു ചിക്കൻ. അപ്പോൾ നമ്മൾ ഈ പൊരിച്ചെടുക്കുന്നത് നമ്മൾ ഗോൾഡ് വിന്നറിലാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കേ പൊരിച്ചെടുക്കാം കേട്ടോ. അത് 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളെ ചിക്കൻ നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് എടുത്ത് മാറ്റാം. നമുക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി വറുത്തെടുക്കണം കേട്ടോ. അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടും.
Super. 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 അപ്പോൾ നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല കിടിലൻ ഡിഷാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ.